ക്ഷേത്ര നഗരങ്ങൾ പിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയായിരുന്നു. അതിലും അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. കൊടുങ്ങല്ലൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഇടതുപക്ഷമാണ് നല്ല രീതിയിലുള്ള വിജയം കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഞാൻ നേരത്തെ പറഞ്ഞു, BJP 41 സ്ഥലങ്ങളിൽ ജയിച്ചപ്പോൾ 25 വാർഡിൽ UDF-ന് 1000-ൽ കുറവായ വോട്ട് മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ LDF-നെ പരാജയപ്പെടുത്താൻ പൊതുവായ ഇടപെടൽ, ഒരു മുന്നണി എന്ന രീതിയിലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, പൊതുവായ ഇടപെടൽ BJP-യും UDF-ഉം നടത്തിയിട്ടുണ്ട്. അതാണ് തിരുവനന്തപുരത്ത് കാണാൻ സാധിച്ചിട്ടുള്ള കാര്യം. ചില വാർഡുകളിൽ UDF-ന് വളരെ ചെറിയ വോട്ട് മാത്രം ലഭിക്കുന്ന നില ഉണ്ടായത് അതുകൊണ്ടാണ്. ഏതാണ്ട് LDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടി UDF-ഉം അതുപോലെ തന്നെ BJP-യും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJP-യുമായിട്ട് ഈടുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. തെരഞ്ഞെടുപ്പ് വിധിയെ അംഗീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകണമെന്നാണ് പാർട്ടി തീരുമാനിച്ചത്. കുതിര കച്ചവടത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുക എന്നുള്ള സമീപനം പാർട്ടി ഒരു ഘട്ടത്തിലും സ്വീകരിക്കുന്നില്ല. ഇടതുപക്ഷവുമായി സഹകരിച്ച് മുന്നോട്ടേക്ക് വരാൻ തയ്യാറുള്ള സ്വതന്ത്രന്മാരുൾപ്പെടെയുള്ളവരുമായൊക്കെ ചേർന്ന് ചില സ്ഥലങ്ങളിൽ ടൈ വന്നിട്ടുള്ള പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ഒക്കെ ഉണ്ട്. അവിടെ അങ്ങനെയുള്ളവരുമായി ചേർന്ന് ഭരണത്തിലേക്ക് വരിക എന്നതിൻ്റെ അപ്പുറം BJP ഉൾപ്പെടെയുള്ള വർഗീയ ശക്തികളും ഫാസിസ്റ്റ് ശക്തികൾക്ക് തുല്യമായ നിലയിൽ പ്രചാരവേല നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ ചേർന്ന ലീഗും അതുപോലെ കോൺഗ്രസും ഒക്കെ ആയിട്ട് ഒരു മുന്നണിയുടെയും പ്രശ്നം പാർട്ടി ആലോചിക്കുന്നേ ഇല്ല. ആരുമായിട്ടില്ല. അവരും BJP ചേർന്നിട്ടല്ലേ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഭരണ സംവിധാനത്തെ തന്നെ തകർത്തത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലത്തും കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രാഷ്ട്രീയ മര്യാദ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. SIR-മായി ബന്ധപ്പെട്ട് ഇന്നും അതിൻ്റെ അവലോകന യോഗം ചേർന്നു. ഇപ്പോഴേതാണ്ട് 30 ലക്ഷത്തോളം വോട്ടർമാരുടെ പേര് തള്ളപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും അവസാനത്തെ യോഗത്തിലെ റിപ്പോർട്ട്. ഈ 20-ാം തീയതിയോടുകൂടി അതിൻ്റെ ഫൈനലൈസ് ചെയ്ത് 21-ന് വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുമെന്നാണ് പറയുന്നത്. അത് വലിയ രീതിയിലുള്ള വോട്ടർമാരുടെ കുറവ് കേരളത്തിലുണ്ടാവും എന്നുള്ളതാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.